അർജുനെ കാണാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അർജുനു വേണ്ടി ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിൽ ഒരുപാട് തിരച്ചിലുകൾ നടത്തിയിരുന്നു. ഗംഗാവാലിപ്പുഴയിൽ അർജുൻ്റെ വണ്ടിയോട് ചേർന്നുകൊണ്ട് തന്നെ വണ്ടിക്കുള്ളിൽ തന്നെ അർജുൻ ഉണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അർജുൻ എന്ന പേര് എല്ലാവരുടെ മനസ്സിലും എപ്പോഴുമുണ്ട്. അർജുൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ചില ആളുകൾ ഇപ്പോഴും മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ ജീവനോടെ ഇല്ല എന്നുള്ള ആ ഒരു സത്യം ആരുടെ മനസ്സിലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. ഇപ്പോൾ ഗംഗാവാലി പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞു. തിരച്ചിൽ നടത്താനുള്ള അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ്റെ കുടുംബം കർണാടകയിൽ മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും കാണാൻ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ഡഡ്ജിങ് മെഷീൻ കൊണ്ടുവന്നാൽ മാത്രമേ ഷിരൂരിൽ ഗംഗാവാലിപ്പുഴയിൽ തിരച്ചിൽ നടത്താൻ സാധ്യമാവുകയുള്ളൂ എന്നാണ് ഷിരൂർ ജില്ലാ ഭരണകൂടവും ഈശ്വർ മാൽപേയും പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ തിരച്ചിലിനിടെയാണ് അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയുടെ ജാക്ക് ലഭിച്ചത്. കൂടാതെ വണ്ടിയിൽ മരം കെട്ടിയിരുന്ന കയറും കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും പരിശ്രമിച്ചാൽ അർജുനെയും അർജുൻ്റെ വണ്ടിയെയും കണ്ടെത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അർജുനെ ഏത് രൂപത്തിൽ കണ്ടെത്തിയാൽ തന്നെയും ലോക മലയാളികളുടെ മനസ്സിൽ എപ്പോഴും അർജുൻ ജീവിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.